നമസ്കാരം. ധന്യമേ ദിനത്തിൽ ഒരാശയം ഒന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കാശി എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. എനിക്കാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. കാശി പോയി പലതവണ താമസിച്ചിട്ടുണ്ട്. കാശി എന്ന പേരിൽ ഒരു നോവലും എഴുതിയിട്ടുണ്ട്. എത്രയോ പാരമ്പര്യമുള്ള, തലമുറകളായിട്ടുള്ള പാരമ്പര്യമുള്ള നഗരമാണ് കാശി. അതിൻ്റെ പഴക്കത്തെക്കുറിച്ചൊന്നും പറയാനില്ല. പണ്ട് മുതൽക്കേ ഏറ്റവും നല്ലൊരു സംസ്കാരം അവിടെ ഉണ്ട്. പറയുന്നത് കഥയായിരിക്കാം, ചിലതൊക്കെ കഥയാണെന്ന് തോന്നുന്നത് നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ കഥയായിട്ട് തോന്നുന്നത്. ആ കാലത്ത് അത് വിശ്വസനീയമായ കാര്യം ആയിരുന്നു. കാശിയിലെ ധർമ്മശാലയിലെ ഒരു പണ്ഡിതന്റെ മകന് വിദ്യ അഭ്യസിക്കണം. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ പഠിപ്പിച്ചാൽ പോരാ. അച്ഛൻ പഠിപ്പിക്കണ പഠിപ്പൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെതായിട്ടുള്ള സർവകലാശാലയെ കൊണ്ട് ചേർക്കാൻ വേണ്ടി തക്ഷശിലയിൽ പോയിട്ട് അവിടെ മകനെ ചേർത്താൻ കൊണ്ടുവന്നു. അപ്പൊ അതിൻ്റെ പ്രധാന ഗുരുനാഥൻ ആ ദിവസം കുറച്ച് മൂഡ് ഔട്ടാണ്. എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചുപോയി. 14 വയസ്സ് പ്രായമുള്ള മകൻ മരിച്ചുപോയി. ഈ ഇതുകൊണ്ടാണ് ഞാൻ കുറച്ച് മൂഡ് ഔട്ടായി ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ ധർമ്മശാല പണ്ഡിതൻ ചോദിച്ചു, അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുവന്നത് കുട്ടികൾ മരിക്കും എവിടെ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോഴേ മറ്റാൾക്ക് ഇഷ്ടമായില്ല. വല്ലാത്ത ചോദ്യമാണ്, കുട്ടികൾ മരിക്കുമോ ഇവിടെ? അപ്പോ ദുഃഖമുണ്ടെങ്കിലും ചിലപ്പോൾ മരിച്ചിട്ട് 2-3 ദിവസമായി കാണുമായിരിക്കും. ചെറിയൊരു ക്ഷോഭത്തോട് ചോദിച്ചു, എന്താ കുട്ടികൾ മരിക്കില്ലേ? കുട്ടികൾ മരിക്കില്ല? നിങ്ങളുടെ നാട്ടിൽ കുട്ടികൾ മരിക്കില്ലേ? ഏയ്, അതെന്താ? തലമുറകളായിട്ട് ധർമ്മത്തെ 100% അനുഷ്ഠിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങള്. ഇങ്ങനെയുള്ളവരുണ്ട്, ഭാരതത്തിലുണ്ട്. എനിക്ക് അറിയാവുന്ന ചില സ്ഥലങ്ങളുണ്ട്, കേരളത്തിലല്ല. തലമുറകളായിട്ട് 100% ധർമ്മത്തെ അനുഷ്ഠിച്ചാണ് ജീവിക്കുക. ബ്രാഹ്മണരെക്കാൾ ഉയർന്ന ഒരു വിഭാഗമായിട്ട് പറയാറുണ്ട് അവരെ ശ്രേഷ്ഠ ബ്രാഹ്മണർന്ന്. അതിലും ഉയർന്നവരാണുണ്ട്. പക്ഷെ ഈ കേട്ട ആൾക്ക് അദ്ദേഹം മോശക്കാരനല്ല, തക്ഷശിലയിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കുട്ടികൾ മരിക്കില്ല, അങ്ങനത്തെ വീടുകളിൽ കുട്ടികൾ മരിക്കില്ല. വിധവകൾ ഉണ്ടാവില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. രണ്ടും കൂടി ഞാൻ ഇപ്പൊ കലർത്തുന്നില്ല, വേറെ ഒരിക്കലും എപ്പോഴെങ്കിലൊക്കെ പറയാം. ഏതായാലും കുട്ടി അവിടെ പഠിപ്പിക്കാൻ അയച്ചു. കത്തടപാടോ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലല്ലേ. ആ കുട്ടിയെ അവിടെ കൊണ്ട് ആക്കാതെ പറ്റില്ല. അതൊക്കെ ആ സർവകലാശാലയുടെ ഉത്തരവാദിത്തം. പക്ഷേ ഈ കുട്ടി മരിച്ച ആ ഗുരുവിന് ഒരു വിരോധം ഈ കുട്ടിയുടെ അച്ഛനോട്. അതിന്റെ കാരണം ധർമ്മം അനുഷ്ഠിച്ചാൽ ബാലമരണം ഉണ്ടാവില്ല എന്നല്ലേ വരി പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, പ്രതികാരം ചെയ്യാൻ നിശ്ചയിച്ചു. നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കാൻ ഇവിടെ ഏൽപ്പിച്ച കുട്ടി ഇവിടെ മരിച്ചുപോയി. അയാൾക്ക് ഞെട്ടലുണ്ടാവുമെന്ന് അറിയണമല്ലോ.
കുട്ടി തൊടുന്നില്ല, കുട്ടി അറിഞ്ഞിട്ടില്ല വിവരം. ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ പോയിട്ട് ആ ധർമ്മശാല പണ്ഡിതനോട് പറയണം നിങ്ങളുടെ മകൻ മരിച്ചുപോയി എന്ന് പറയണം. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഞാനിത് വിശ്വസിക്കില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ആശ്രമത്തിൽ വളർത്തിയിരുന്ന ഒരു ആടിന്റെയോ മാനിന്റെയോ അസ്ഥികൾ കരുതിക്കൊള്ളാൻ പറഞ്ഞു. വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ അസ്ഥിയാട് കാണിക്കാമല്ലോ, മകന്റെ അസ്ഥി നമ്മൾ നടക്കണം. രാപ്പകലില്ലാതെ നടന്ന് ഈ കുട്ടിയുടെ ധർമ്മശാല പണ്ഡിതനായ പിതാവിന്റെ അടുത്തെത്തി ഒരു ദുഃഖവാർത്ത പറയാനാ വന്നത്. നിങ്ങളുടെ മകൻ അകാലത്തിൽ മരിച്ചുപോയി. ഈ കാലത്ത് ഡെഡ് ബോഡി കൊണ്ടുവരലൊന്നുമില്ല, ഒരു മാറ്റവും. അവൻ കുട്ടിയല്ലേ, എന്റെ കുട്ടി മരിക്കില്ല. നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ വിഡിത്തം പറയുന്ന അറിയാം. അതുകൊണ്ട് മരിച്ചുപോയ കുട്ടിയുടെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞു, അസ്ഥി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് നോക്കിയതേ ഇല്ല. ആ അസ്ഥി എന്റെ കുട്ടിയുടെ ആവില്ല, വേറെ വല്ല ജീവജാലങ്ങളിലെ അസ്ഥിയാവും. ഞങ്ങള് എത്രയോ തലമുറകളായിട്ട് ജീവിതത്തിൽ മുഴുവൻ ധർമ്മത്തെ അനുഷ്ഠിക്കലാണ് എന്ന് പറയാൻ പറഞ്ഞു. അവസാനം നിരാശനായി മടങ്ങി ആ ഗുരുനാഥനോട് പറഞ്ഞു, ഇദ്ദേഹം തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ വെറുതെ പരീക്ഷിക്കാൻ വന്നതാണ്, നിങ്ങളുടെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ഇത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. 100% ധർമ്മത്തെ അനുഷ്ഠിക്കാച്ചാൽ രാവിലെ എണീറ്റിട്ട് ഭജന ചൊല്ലാന്നല്ല. നാല് കാലാണ് ധർമ്മത്തിന്, വേദങ്ങളാണ് 4 കാല്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീവിയാണ് കാള. അതാണ് ശിവന്റെ വാഹനമാണ് കാള എന്ന് പറയുന്നത്. പശു മാതാവാണെങ്കിൽ കാള പിതാവാവണ്ടെന്നൊക്കെ ആരോ ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടു. ആണ്, ഇതൊന്നും അറിഞ്ഞിട്ടല്ല. വ്യക്തമായിട്ടും ഗർഭധാരണം മുതൽക്ക് കുട്ടി വളരുന്നവരെയും ധർമ്മത്തെ അനുഷ്ഠിക്കണം. തുടർന്ന് കുട്ടി എന്നാണല്ലോ പറയാ, പഠിക്കണ കാലത്ത് കുട്ടി എന്നല്ലേ പറയാ. എന്നിട്ടോ മുതിർന്നവർ പോലും ചെയ്യാത്ത ക്രിമിനൽ കുറ്റങ്ങളാണ് കുട്ടികൾ ചെയ്യണത്. ശിക്ഷിക്കാൻ നിവൃത്തിയില്ല, 18 വയസ്സായിട്ടില്ല. ഇതല്ല, പഠിക്കുന്നിടത്തോളം കാലം ബ്രഹ്മചാരിയാണ്, കുട്ടിയാണ്. ആ ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മൾക്ക് ചടങ്ങാണ്. ഇന്നത്തെ കുട്ടികള് പാല് കുടിക്കുന്നവരാണ്, ഏത് ജീവിയുടെ പാലാന്ന് അറിയില്ല, കുടിക്കുന്നത് പാലാ. ആ പാലിനെ കുറിച്ചൊന്നും ഇപ്പൊ വിസ്തരിക്കുന്നില്ല, ദൈനംദിന ജീവിതത്തിലെ വിഷയമല്ലാത്തതിനാൽ. ശരീരത്തിന് ഒട്ടും ചേരാത്ത വസ്തുക്കൾ കൊടുക്കുന്നു. ഏതെങ്കിലും കുട്ടിക്ക് ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോ ശുദ്ധമായ പശുവും പാലൊക്കെ കൊടുത്തു കാണും. അതുപോലെയല്ല എക്കാലത്തും പാല് കുടിക്കുന്നുണ്ട്. പാല് കുടിക്കലും നിർത്തേണ്ട ഒരു സമയമുണ്ട്. ഞാൻ പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളല്ല. എപ്പോഴെങ്കിലും ഒരു ചായ കുടിക്കുമ്പോൾ കട്ടൻ ചായ കുടിക്കും. അവിടെ മൂലക്ക് തുടങ്ങുകയാണ് നമ്മുടെ ഭക്ഷണ രീതി, ആചാര രീതി, അനുഷ്ഠിക്കുന്ന രീതി, അറിവില്ലായ്മ, അവിവേകം. കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തും വിട്ടുകൊടുക്കുക. ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ ബാലമരണം ഉണ്ടാവുകയില്ല. ഞങ്ങളുടെ കുലത്തിൽ ബാലമരണം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിൽ നിന്ന് നമുക്ക് കുറച്ച് തത്വങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കുട്ടികൾ കഴിക്കുന്ന ബിസ്ക്കറ്റ്, കുട്ടികൾ തിന്നുന്ന മിഠായി,
അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കുട്ടികളും അവരുടെ അച്ഛനമ്മമാരും 100% ധർമ്മത്തിൽ അനുഷ്ഠിച്ച് ജീവിക്കണം. പ്രകൃതി ധർമ്മമാണ് ധരിച്ചിരിക്കുന്നത്. ധരിച്ചിരിക്കുന്നതിന്റെ പേരാണ് ധർമ്മം എന്നത്. ആ ധർമ്മത്തെ ധരിച്ചു. ആ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നതാണ് യമധർമ്മൻ. ധർമ്മം അനുഷ്ഠിക്കാതെ വരുമ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കുമാണ്. അവിടെ വാരാണസിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ആളുകളെ കാണുമ്പോൾ വളരെ ദീർഘായുസ് അവർക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. 100ന്റെ മുകളിലൊക്കെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ്. നമ്മളൊന്നും അത്ര പോവാതിരിക്കാൻ കാരണം നമ്മൾ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ വിചാരിച്ചോന്നല്ല. നമ്മൾ വിചാരിച്ച പോലെ ദൈവവിശ്വാസമോ 2 മണിക്കൂർ ഭജന മെഡിറ്റേഷൻ്റെ അർത്ഥത്തിലല്ല. ഒരു എറുമ്പിനെ കൊല്ലുമ്പോൾ വരെ ഈ ചിന്ത നമുക്കുണ്ടാകണം. ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞ് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.